പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശ് വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളത് വാതിലിടുങ്ങിയതുമാണ് ഞങ്ങൾ അറിയിച്ച കർത്താവെ. ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാവുന്ന വേദനകളും കുറിച്ചുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആയിടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, കർത്താവിന്റെ മുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പഠിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലത്ത് വെച്ച് ഈശോയുടെ പരിശുദ്ധമായ വേദനയോട് ഐക്യപ്പെടാൻ ലോകത്തിന്റെ മുമ്പില് ദൈവപുത്രൻ വിധിക്കപ്പെടുകയാണ്. മനുഷ്യരുടെ നിന്ദനത്തിനും ക്രൂരതയ്ക്കും ബലി അർപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധമായ ആത്മാവും ശരീരവും വിധിക്കപ്പെടുന്ന സമയം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ അത് പൂർണ്ണമായ സ്നേഹത്തോടുകൂടെ ഈശോ അത് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ അത് സ്വീകരിക്കുന്നുണ്ട്. ആ മേഖലകളെല്ലാം നമ്മുടെ ഏറ്റവും ചെറിയ പാപാവസ്ഥകൾ പോലും നമ്മൾ ന്യായീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്യുമ്പോൾ ഈശോയുടെ ഈ വേദനയോട് ചേർന്ന് നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും, നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങള് നമ്മൾ വിധിക്കുമ്പോൾ നമ്മളുടെ ആത്മാവ് വേദനിക്കുന്ന സമയങ്ങള് നമ്മുടെ കുറ്റമില്ലാത്ത അവസ്ഥകളിൽ പോലും നമ്മളെ കുറ്റം പറയുവാനും നിന്ദിക്കുവാനും അവഗണിക്കുവാനും അപകടാവസ്ഥകളുടെ ആത്മാവിന്റെ അവസ്ഥയിലേക്കൊക്കെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ ഈശോ പരിശുദ്ധനായിരുന്നു, ദൈവപുത്രനായിരുന്നു. എന്നിട്ട് പോലും എല്ലാ പരിഹാസങ്ങളും അപമാനങ്ങളുടെ നടുവില് ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ടു നിന്ന സമയങ്ങളിൽ ഈശോ അനുഭവിച്ച വേദനയോട് ചേർന്നിരുന്ന് നമ്മുടെ ആ സങ്കടങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനും, അങ്ങനെ നമ്മളെ വേദനിപ്പിച്ചവരോ മക്കളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ഈ ലോകം മുഴുവനും തിന്മയുടെ വലിയ ആസക്തികളിൽ മുഴുകി ജീവിക്കുന്ന എല്ലാ മക്കളുടെയും വിധി കർത്താവ് തിരുത്തി എഴുതുവാൻ തന്നെ വിധിച്ചത് ആ ഒരു കൃപയുടെ ജീവിതത്തിലേക്ക് വരുവാനാണ്. മേഖലകളിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. എന്റെ ദൈവമായ കർത്താവെ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും അവയെ അനുഗ്രഹിക്കണമേ. മാതാവേ, രണ്ടാം സ്ഥലത്ത് വെച്ച് ഈശോ കുരിശുമക്കുകയാണ്. നമ്മുടെ ഈശോ പരിശുദ്ധമായ ആത്മാവും ശരീരവുമായിരുന്നിട്ടും ഭീകരമായ ഭീകരതയുടെ ഭാണ്ഡങ്ങള് തന്റെ തോളില് ഏറ്റെടുക്കുമ്പോൾ ആ മരക്കുരിശിന് യഥാർത്ഥത്തിൽ മരക്കുരിശിന്റെ ഭാരത്തേക്കാൾ ഭീകരമായിരുന്നു പാപഭാണ്ഡങ്ങളുടെ ഭാരങ്ങള്. കനത്ത ഭാരം നമ്മുടെ ഹൃദയത്തില് വലിയ വേദന വരുമ്പോൾ നമുക്ക് വലിയ ഹൃദയഭാരം ഉണ്ടാവും. അതൊരു വ്യക്തിയിൽ നിന്നായിരിക്കാം, പക്ഷെ ഇത് ലോകം മുഴുവന്റെയും പാപഭാരങ്ങളാണ് ഈശോ തന്റെ തിരുത്തോളിൽ വഹിച്ചത്. ആ തിരുത്തോളിലെ മുറിവുകളായിരുന്നു ഏറ്റവും വലിയ മുറിവ്. നമ്മുടെ കുഞ്ഞു ജീവിതത്തില് ചില വ്യക്തികളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും കൂടെ ചില കുരിശുകൾ നമ്മളുടെ തോളിലേക്ക് ഈശോ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി വെച്ച് തരുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഭാരവും വേദനയും വലിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ
ലോകം മുഴുവന്റെയും ഭാരം ചുമന്ന ഈശോയോടുകൂടെ ആ കുരിശെടുക്കുവാനുള്ള ശക്തി തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഞങ്ങൾ അങ്ങേയറ്റം ആരാധിക്കുന്നു. ഇതോടെ നാം വിശ്വസിച്ച് രക്ഷിച്ചു. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. ഈശോ ഒന്നാം പ്രാവശ്യം മൂന്നാം സ്ഥലത്ത് വെച്ച് വീഴുകയാണ്. പ്രത്യേകമായിട്ട് ഈശോ തന്റെ ശരീരവും ആത്മാവും മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി ഭീകരമായ വേദനയോടുകൂടെയാണ് ഓരോ ചുവടും കടന്നുപോയത്. പക്ഷെ പോകുന്ന വഴികളിലെല്ലാം അവര് കൂടുതൽ വേദനയും ഭീകരമായ സങ്കടങ്ങളും ദ്രോഹവും ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. വലിച്ചിഴക്കപ്പെട്ട ശരീരത്തോട് അവർക്ക് യാതൊരു സ്നേഹവുമില്ലാതെ, അല്ലെങ്കിൽ ഒരു ക്രൂര മൃഗത്തെ പോലെയാണ് ഈശോയെ കണ്ടത്. അവരുടെ ഹൃദയകാഠിന്യത്തിന്റെ മുമ്പിൽ ഈശോ തന്റെ പരിശുദ്ധമായ ശരീരവും ആത്മാവും ഭീകരമായ സങ്കടങ്ങളിൽ മുഴുകി തനിക്ക് ഒരടി പോലും നടക്കാൻ പറ്റാത്ത വിധം മുന്നോട്ട് പോകുമ്പോൾ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം ഭൂമിയിൽ വീഴുക എന്ന് പറയുന്നത്, ഈ ഭൂമിയുടെ മുഖം കുത്തി വീഴുക എന്ന് പറയുമ്പോൾ എത്രമാത്രം നമ്മൾ ഒരാള് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പൂഴി മണ്ണിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് തുപ്പിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ എത്രമാത്രം അസ്വസ്ഥമാണ്. നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കരമായ വെറുപ്പും വിദ്വേഷവും ഒക്കെ വരും. ഇവിടെ ഈശോയുടെ ശരീരത്തില് രക്തം കുളിച്ച അവസ്ഥയില് ശരീരം ആസകല മുറിവുകളിലും അവര് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് സ്വർഗത്തിന്റെ സത്യത്തിന്റെ പുത്രനെ ആയിരുന്നു. ആ വേദനയോട് ഐക്യപ്പെടുവാൻ കർത്താവെ, ചില നിന്ദനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുമ്പോൾ അത് ഈശോയുടെ ഈ വേദനയോട് ചേർത്ത് സഹിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ചൊല്ല്. കർത്താവെ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോട് കൂടെ ഞാൻ നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവെ, എനിക്ക് വീഴ്ച ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കൃഷ്ണാർത്താവിന്റെ തിരുമുറിവുകൾ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. അഞ്ചാം സ്ഥലത്ത് വെച്ച് ഈശോയുടെ പരിശുദ്ധമായ നാലാം സ്ഥലത്ത് വെച്ച് പരിശുദ്ധ അമ്മയെ കാണുകയാണ്. പ്രത്യേകമായിട്ട് ഈശോയുടെ അമ്മ തന്റെ അത്രമാത്രം ഭീകരമായ സങ്കടങ്ങളുടെ മുമ്പിൽ തന്റെ അമ്മയെ കാണുമ്പോൾ
ചില ജീവിതങ്ങൾ നമുക്കറിയാം, അമ്മമാര് വേദനിക്കാതിരിക്കുവാൻ അല്ലെങ്കിൽ വീട്ടുകാർ വേദനിക്കാതിരിക്കുവാൻ ഒളിച്ചിരുന്ന് ഒളിവിലായി രഹസ്യമായി ഒത്തിരി സഹിക്കുന്ന ജീവിതങ്ങളുണ്ട്. അവരൊക്കെ വീട്ടുകാരറിയണ്ട എന്ന് വിചാരിച്ച് ആ സങ്കടങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് വീട്ടുകാരറിയാത്ത രീതിയിൽ ജീവിത മേഖലകളുടെ ഞെരുക്കങ്ങള് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ അമ്മയോട് ചേർന്ന് ഈശോയ്ക്കും ഈ വേദന അമ്മ അറിയാതെ മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ദൈവഹിതം അതായിരുന്നില്ല. അമ്മ കൂടെ ഉണ്ടാകണം. അമ്മയുണ്ടെങ്കിൽ ആ കുരിശിനെ വഹിക്കുവാനുള്ള ധൈര്യവും ശക്തിയും ഈശോയ്ക്ക് ചോർന്നു പോകാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ മക്കള് നമ്മളെ കൈവിട്ട് പോകുമ്പോൾ, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള വില തിരിച്ചറിയാതെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തില് അവരുടെ ജീവിത സ്വാധീനം എത്ര വലുതാണ്. എത്ര ദുരിതങ്ങളിൽ പെട്ടാലും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മക്കളെ സഹായിക്കുവാനുള്ള കൃപ ദൈവം തന്നെ പ്രദാനം ചെയ്യണം. മാതാപിതാക്കൾക്ക് ഇല്ലാത്തത് സ്വർഗത്തിന്റെ പിതാവായ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം ഈശോയുടെ വേദനയോടെ രണ്ട് ഹൃദയങ്ങളും ഒരുപോലെ വേദന സഹിച്ചു പോകുമ്പോൾ പിതാവിന്റെ ഹിതമായിരുന്നു അവിടെ നിറവേറ്റിയത്. അതുകൊണ്ട് അവർക്ക് ആ സങ്കടങ്ങളെല്ലാം അതിജീവിക്കുവാൻ സാധിച്ചു. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഓരോ കുഞ്ഞുങ്ങളും മാതാപിതാക്കളെ ഇവിടെ ആ കീഴിൽ നിന്നും ആ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ ഈശോയുടെയും അമ്മയുടെയും വ്യാകുലത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും അവരുടെ ഹൃദയങ്ങളിൽ ഈശോയുടെ സഹായത്തിനുള്ള എല്ലാ കൃപകളും നിറയ്ക്കപ്പെടുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നാലാം സ്ഥലം, ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. രക്ഷിച്ചു. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആരോഗ്യമേ, ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു അല്ലെ, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണേ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സ്ഥലത്ത് വെച്ച് ശിമയോൻ ഈശോയെ സഹായിക്കുകയാണ്. ഈശോ ആ കുരിശിന്റെ ഭാരം അതിഭീകരമായിരുന്നെങ്കിലും ഈശോയ്ക്ക് ഒരടി പോലും ആ കുരിശും എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത വിധം തളർന്ന ശരീരവും മനസ്സോടുകൂടെ ആയിരിക്കുമ്പോൾ ദൈവത്തെ സഹായിക്കുവാൻ, ദൈവത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, മനുഷ്യർക്ക് ദൈവത്തെ സഹായിക്കാൻ സാധിക്കുമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഓരോ ആത്മാവിനെയും ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ഗബ്രിയൻകാരനായ മനുഷ്യൻ ആ വ്യക്തിയുടെ ഹൃദയം അറിയുന്ന കർത്താവാണ്. ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് കുരിശിനെ സ്പർശിക്കുവാൻ പോലും ദൈവം അനുവദിച്ചത്. ഹൃദയ വിശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് പറയുന്ന ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ആ മണിക്കൂറുകളിൽ കൂടി ക്ഷമയം കടന്നുപോയപ്പോ ആ വ്യക്തി ഈശോയുടെ സ്വന്തമായി മാറി. നമുക്കും ചില ജീവിത സമയങ്ങളിലും സാഹചര്യങ്ങളിലൊക്കെ ചില സങ്കടങ്ങൾ ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കതിനെ അതിജീവിക്കുവാനും ഈശോയുടെ കുരിശിന്റെ താങ്ങായി തണലായി നമുക്കും ജീവിക്കുവാനും ശിമയോനെ പോലെ പല സാഹചര്യങ്ങളിൽ കൂടി നമുക്ക് കടന്നു പോകുമ്പോൾ ആ ഒരു കൃപയിൽ ചേർന്ന് നിൽക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ആരാധിക്കുന്നു. കരുണാനിധിയെ കർത്താവെ, ഈ സ്ഥിതി ഞാൻ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാനും ശിമയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതാന്ന് വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ തെറ്റിനോട് ഞങ്ങൾ ക്ഷമിക്കുന്നവരെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. സ്ഥലത്ത് വെച്ച് വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ഒരു കഴിവോ ശക്തിയോ ഒരു അധികാരമൊന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു സ്ത്രീക്ക് ദൈവം അനുവദിച്ചു കൊടുത്തു. ഒത്തിരി അവൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അതിനുവേണ്ടി പരിശ്രമിച്ചു. ഇതെല്ലാം പരിശ്രമങ്ങളും ആഗ്രഹങ്ങളും ഈശോ തൻ്റെ ഹൃദയത്തിൽ അവളെ പറ്റി ശ്രദ്ധിക്കുകയും കാണുകയും ചെയ്തിരുന്നു. നമ്മൾ എത്ര ദൂരെയാണെങ്കിലും എത്ര നികൃഷ്ടമായ അവസ്ഥയിലാണെങ്കിലും നമ്മുടെ ഹൃദയം, കർത്താവ് പറയുന്നില്ലേ, ചുങ്കക്കാരും വേശ്യകളും കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ആദ്യം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് പറയുന്ന ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളൊക്കെ തിരസ്കരിക്കപ്പെടുവാൻ സാധ്യതയുണ്ടാക്കുന്ന അവരുടെ കാരണങ്ങള് അവന്റെ ഹൃദയ വിചാരങ്ങൾ നടക്കുന്ന അവസ്ഥയാണ്. അപ്പൊ നമുക്ക് ആരെയും നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. ആരാണ് ആദ്യം സ്വർഗരാജ്യം പ്രാപിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതൊന്നും നമുക്ക് പറയാം. ആർക്കാണ് ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ വളരെ മോശമായ ജീവിതം നയിക്കുന്നവരായിരിക്കും ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ ഹൃദയത്തിൽ ദൈവം ഒരു കൃപ കൊടുക്കുന്നെങ്കിൽ നമ്മളൊക്കെ പിന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുമ്പന്മാർ പിമ്പന്മാരാകും, പിമ്പന്മാർ മുമ്പന്മാരുമാകും. അവിടെ എല്ലാം നമ്മുടെ ഹൃദയ വിചാരങ്ങളും നമ്മുടെ ഹൃദയ വിശുദ്ധിയുമാണ് ദൈവം കണക്കാക്കുന്നത്. അങ്ങനെ ആഗ്രഹിച്ച് കടന്നുപോയ വെറോനിക്കയെ കർത്താവിന്റെ തിരുമുഖം പതിപ്പിക്കുവാൻ തക്കവിധം അവളുടെ ഹൃദയ വിശുദ്ധിയുടെ സമ്മാനമായിട്ടാണ് ഈശോയുടെ തിരുമുഖം തുടക്കുവാനുള്ള അവസരം കൊടുത്തത്. ആ സാഹചര്യം വളരെ മോശവും ദുർഘടവും ഭയാനകവുമായിരുന്നെങ്കിലും ദൈവം അനുവദിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതങ്ങളിലും പലതും അനുവദിക്കുന്നത് കൃപയോടുകൂടെ സ്വീകരിക്കുവാനും വലിയ പ്രതിസന്ധികളുടെ നടുവിലാണെങ്കിൽ വിശ്വാസത്തോടുകൂടെ മുന്നേറുവാനുള്ള പ്രത്യാശയും പ്രതീക്ഷയും മങ്ങലേൽക്കാത്ത വിധത്തില് വെറോനിക്കയെ പോലെ അധ്വാനിക്കുവാനും ശുശ്രൂഷിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആറാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി, ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. പ്രവാചകൻ വഴി അങ്ങ് അരുളി ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവെ, വെറോനിക്കയെ പോലെ അങ്ങയോട് സഹതപിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ച് ഉറപ്പിക്കണം. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, കൃഷിതനായ കർത്താവിന്റെ ഏഴാം സ്ഥലത്ത് വെച്ച് ഈശോ രണ്ടാം പ്രാവശ്യം വീഴുകയാണ്. പ്രത്യേകമായിട്ട് ഈ അവസരങ്ങളിലെല്ലാം നമ്മള് ദൈവകൃപയെ സ്വാർത്ഥതയോടുകൂടി ഉപയോഗിക്കുമ്പോൾ
വലിയ വേദനയോടുകൂടെ ഈശോ വീഴുകയാണ്. നമ്മുടെ ജീവിത വിശുദ്ധി നമുക്കറിയാം. നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ ബെഡ്റൂമിലേക്ക് അനാവശ്യമായ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ പരിശുദ്ധ നാമം ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന് എത്രമാത്രം അസ്വസ്ഥതയും വേദനയും ഉണ്ട്. നമ്മുടെ ഈ നശ്വരമായ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന അസ്വസ്ഥത എത്രമാത്രം വലുതാണെങ്കിൽ സ്വർഗത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ അനവരതം സ്തുതി പാടുന്ന, അനവരതം മലാഖമാരാൾ സ്തുതി പാടുന്ന ദൈവത്തിന്റെ നാമത്തെ വൃഥാ ഈ ഭൂമിയിൽ ഉപയോഗിക്കുമ്പോൾ ദൈവം എത്രമാത്രം വേദനിക്കുന്നു എന്ന് തിരിച്ചറിയാതെ നിരന്തരം പാപബോധമില്ലാതെ ജീവിക്കുന്ന എല്ലാ മക്കളുടെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. 7-ാം സ്ഥലം. ഈശോ മിശിഹ 2-ാം പ്രാവശ്യം വീഴുന്നു. മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ, അങ്ങയെ ആശ്വസിപ്പിക്കാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ശക്തിയില്ല. ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു. അങ്ങയെ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധനായ കർത്താവിന്റെ തിരുസുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കണമേ. 8-ാം സ്ഥലത്ത് വെച്ച് ജെറുസലേം പുത്രിമാരുടെ യഥാർത്ഥ കണ്ണുനീര്, വേദനയുടെ കണ്ണുനീര്, ആത്മാർത്ഥതയുടെ കണ്ണുനീര്, സ്നേഹത്തിന്റെ കണ്ണുനീര് കാണുമ്പോൾ ഈശോയ്ക്ക് അവരോട് ഭയങ്കരമായ സ്നേഹവും അനുകമ്പയും തോന്നുന്നുണ്ട്. എങ്കിലും വരാനിരിക്കുന്ന പ്രതിസന്ധികളെ തുടച്ചു മാറ്റുമെന്നല്ല പറയുന്നത്, നിങ്ങൾ ഒരുങ്ങിയിരിക്കാൻ വേണ്ടി തന്നെയാണ് ഈശോ അവിടെ നിന്ന് അവരോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കടന്നു പോവുക തന്നെ വേണം എന്നുള്ളത് ദൈവ തീരുമാനമാണെങ്കിൽ, അല്ലെങ്കിൽ ലോകം വെച്ച് കെട്ടുന്ന എല്ലാ പാപങ്ങളുടെയും പാപകടങ്ങളുടെയും മേല് പരിഹാര ജീവിതം നടത്തണം എന്നുള്ള ഒരു ആഹ്വാനവും ജെറുസലേം പുത്രിമാരോട് ഈശോ പറയുമ്പോൾ അതിനെല്ലാം ഈശോയുടെ കടാക്ഷവും സ്നേഹവും കരുതലും ഉണ്ട് കൂടെ എന്നുള്ള ഒരു അറിയിപ്പ് കൂടി ഈശോയുടെ അനുകമ്പമായ ആ നോട്ടത്തിൽ കൂടി അവർ സ്വീകരിക്കുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ യഥാർത്ഥ ഹൃദയവേദനയോടുകൂടെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് അതിന്റെ മേലെല്ലാം ദൈവകൃപയും ദൈവ കരുതലും സംരക്ഷണവും ലഭിക്കുന്നതിന് മനുഷ്യര് ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ, ഹൃദയം ദൈവസന്നിധിയിൽ കൊണ്ട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ കൃപ തിരിച്ചറിഞ്ഞ് കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. 8-ാം സ്ഥലം. ഈശോ മിശിഹ ഓർസ്ലേ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. എളിയവരുടെ സങ്കേതമായ കർത്താവേ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റുന്നവരെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
9-ാം സ്ഥലത്ത് വെച്ച് ഈശോ 3-ാം പ്രാവശ്യം വീഴുകയാണ്. നമ്മുടെ ശരീര വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ, ജീവിത വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ, ജീവിതത്തില് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസ്തത പുലർത്താതെ വരുമ്പോൾ ലോകം മുഴുവനും ഈ ഒരു അപകടകരമായ അവസ്ഥയിൽ കൂടിയാണ്. കുടുംബങ്ങളില്, വ്യക്തികളില്, സമൂഹങ്ങളില് എടുക്കുന്ന പ്രതിജ്ഞകളൊന്നും നിറവേറ്റപ്പെടുവാനായിട്ടുള്ള ആഗ്രഹമില്ല, താല്പര്യമില്ല, അതിനുവേണ്ടി അധ്വാനിക്കുന്നില്ല. ആദ്യ സ്നേഹം നഷ്ടപ്പെടുന്നു, പിന്നീടുള്ള സ്നേഹം, ലോകത്തോടുള്ള സ്നേഹം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങള് വിശ്വസിച്ച ദൈവത്തിന്റെ മുമ്പിൽ ആ പ്രതിജ്ഞകളൊന്നും തന്നെ നിറവേറ്റാതെ സ്വാർത്ഥതയിലും അഹങ്കാരത്തിലും മുന്നോട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി വീഴുകയാണ്. വേദനയോടുകൂടെ മുഖം പൊത്തി വീഴുന്ന ഈശോയുടെ മുമ്പിൽ നമുക്ക് അതിനോടുള്ള ഉത്തരവാദിത്വം, നമ്മൾ വീഴാതിരിക്കുവാൻ ഈശോ തൻ്റെ ശരീരം, പാവനമായ ശരീരത്തോടുകൂടെ, വേദനയോടുകൂടെ, പീഡനങ്ങളോടുകൂടെ ഈ ഭൂമിയിലേക്ക് മുഖം പൊത്തി വീഴുമ്പോൾ അതിൻ്റെ എല്ലാം പരിഹാരം നമ്മളുടെ ജീവിതത്തിനുള്ള വിശുദ്ധിയും വിശ്വസ്തതയും വിശ്വാസവും നിലനിർത്തുവാൻ വേണ്ടിയായിരുന്നു. അതെല്ലാം തിരിച്ചറിയുവാൻ ദൈവമേ ഈ കാലഘട്ടത്തിലുള്ള ഓരോ യുവജനങ്ങളെയും, കുടുംബങ്ങളെയും, ദാമ്പത്യ ബന്ധങ്ങളെയും ഈശോയുടെ പരിശുദ്ധമായ പീഡാസനങ്ങളോട് ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 9-ാം സ്ഥലം ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വപുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുപ്പിച്ചു. ലോകപാവങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവെ, അങ്ങേ പീഡകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു. എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു. പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വേദന തീരും മുമ്പ് മറ്റൊരുന്ന് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേ ഓർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. എന്തെന്നാൽ എന്റെ ജീവിതം എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധനായ കർത്താവിന്റെ തിരുമുറകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിക്കണമേ. 10-ാം സ്ഥലത്ത് വെച്ച് ഈശോയുടെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്നും തിരുവസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെടുന്ന ദുസ്സഹമായ വേദന, മുറിവുകളോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ആ ശരീരത്തിൽ നിന്നും ആ കീറിപ്പറിച്ചെടുക്കുന്ന ഈശോയുടെ തിരുവസ്ത്രം വലിയ മുറിവുകളോടുകൂടെ, രക്തത്തോടുകൂടെ ഒട്ടിയിരിക്കുമ്പോൾ ആ മുറിവുകൾ വീണ്ടും തുറക്കപ്പെടുകയും രക്തം വീണ്ടും അതിൽ നിന്ന് പുറപ്പെടുകയും വേദന കൊണ്ട് ഈശോ അനുഭവിക്കുന്ന ആ സമയങ്ങളിൽ ഈശോയെ, ഓരോ മനുഷ്യരുടെ ഹൃദയത്തിൽ നടക്കുന്ന ദുഷ്ടതയും ദുരാഗ്രഹവുമാണ് ശരീരവിശുദ്ധി നഷ്ടപ്പെടുവാനുണ്ടാവുന്ന കാരണങ്ങൾ. ഒരിക്കലും ശരീരം സ്വന്തം ഇഷ്ടപ്രകാരമല്ല. അവനവന്റെ ഹൃദയത്തിന്റെ ആ താല്പര്യം, അവനവന്റെ ഹൃദയത്തിലുള്ള ശൂന്യത, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭയമില്ലാതെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുവാൻ ഈ ലോകവുമായിട്ടുള്ള ബന്ധം അത്രമാത്രം കഠിനമായി അടിമപ്പെട്ട്, അല്ലെങ്കിൽ അവന് തൻ്റെ ശരീരം വിറ്റു, ലോകത്തിന് വിറ്റത് കൊണ്ടാണ് തൻ്റെ ശരീരം, ഓരോ മനുഷ്യരുടെ ശരീരം ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതും. പിശാചിന് വിറ്റ ശരീരത്തെ കർത്താവിന് വീണ്ടെടുക്കുവാൻ സാധിക്കും. കർത്താവിന്റെ ഈ പരിശുദ്ധമായ സങ്കടങ്ങളോടും മുറിവുകളോടും ചേർത്ത് വെച്ച ശരീര വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുമ്പോഴും പാപബോധമല്ലാതെ ജീവിക്കുന്ന എല്ലാ മക്കളുടെയും ആത്മാക്കളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 10-ാം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായും ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ തിരുമുറവൻ എന്റെ ഹൃദയങ്ങളെ പരിശുദ്ധീകരിക്കണമേ. 11-ാം സ്ഥലത്ത് ഈശോ തന്റെ കൈകളും കാലുകളും മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ പൂർണ്ണമായും വിട്ടുകൊടുക്കുകയാണ്. പരിശുദ്ധമായ ശരീരത്തിലേക്ക് ഭീകരമായ ആണികള്, പച്ചിരുമ്പ് ആണികളാൽ തറക്കപ്പെടുകയാണ്. ഇത്രയും വലിയ 33-കാരനായ ഈശോയുടെ ശരീരഭാരം താങ്ങുവാൻ തക്കവിധം ശക്തിയില്ലാത്ത കുരിശിനോട് ഈ ഭീകരമായ ആണികൾ തറച്ചു വെക്കുമ്പോൾ ഈശോ എത്രമാത്രം സഹിക്കേണ്ടിയിരിക്കുന്നു. ശരീരത്തിലെ ഓരോ ശ്വാസം എടുക്കുമ്പോഴും ഈശോയുടെ ഈ തറച്ചു വെച്ചിരിക്കുന്ന ഈ ആണികളിൽ കൂടി അനുഭവിക്കുന്ന വേദന അത് മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത വിധം ദുസ്സഹമായിരുന്നു. എങ്കിലും നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി അതെല്ലാം സഹിച്ചുകൊണ്ട് കുരിശിൽ കിടന്നത് മണിക്കൂറുകളോളമായിരുന്നു. നമുക്കൊരു മുറിവുണ്ടായാൽ അതിൽ കൂടി വരുന്ന ആ ചോരയും ഭീകരമായ വേദനയും ഒക്കെ എത്ര സമയം, നിസ്സാര സമയം വരെ സഹിക്കുമ്പോൾ തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും മണിക്കൂറുകളോളം ശരീരമാസകലം മുറിവുകളാലും നട്ടുച്ച വെയിലത്ത് ഭയങ്കരമായ വേദനയോടുകൂടെ ഒരു തുണി പോലും ഇല്ലാത്ത അവസ്ഥയിൽ കുരിശിൽ കിടന്ന് തൂങ്ങി വേദനയോടുകൂടി ആയിരിക്കുമ്പോൾ ഒരമ്മയും ചുവട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാ വേദനയും ഹൃദയത്തിൽ സഹിക്കുകയും ഈശോ ശരീരത്തിൽ സഹിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ കഠിനമായ ഹൃദയങ്ങളുടെയും ജീവിതങ്ങളിൽ ഈശോയെ കണ്ട് ദൈവമേ, അവിടുത്തെ കരുണയിലും അവിടുത്തെ കൃപയും തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാവിനെ രക്ഷപ്പെടുത്തുവാൻ ഈശോ അനുഭവിച്ച മഹാപീഡനങ്ങളോട് ഐക്യപ്പെടുവാനുള്ള സഹായത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 11-ാം സ്ഥലം ഈശോ മിശിഹായിൽ കഷ്ടപ്പെടുന്നു. ലോകരക്ഷകനായ കർത്താവെ, സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിന്മേൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദ്വേഷിച്ചു. യജമാനനേക്കാൾ വലിയ ഭൃത്യനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയം തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുൻപിൽ ഞങ്ങളുടെ ഹൃദയം പരിശുദ്ധിപ്പിക്കണമേ. 12-ാം സ്ഥലത്ത് വെച്ച് ഈശോ കുരിശിന്മേൽ ഭീകരമായ സഹനങ്ങളുടെ നടുവില് മരിക്കുകയാണ്. മണിക്കൂറുകളോളം ഈശോ ഭീകരമായ സഹനങ്ങള് അനുഭവിച്ചു കഴിയുമ്പോൾ കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് സകല ആത്മാക്കളും എത്തപ്പെടുവാനായിട്ട് ഈശോയുടെ ആ സഹനം പൂർത്തീകരിക്കുവാൻ പിതാവായ ദൈവം നിശ്ചയിച്ച സമയപ്രകാരം ഈശോ കുരിശിൽ കിടന്ന് മരിക്കുന്നു. കർത്താവെ, ഈ മണിക്കൂറുകളിൽ പോലും പാപത്തിന്റെ ഭീകരതയുടെ നടുവിൽ ജീവിക്കുന്ന മനുഷ്യരെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് നല്ല കള്ളന്റെ പറുദീസയിലേക്ക് കയറി ചെല്ലുവാൻ ദൈവം അനുവദിച്ച നിമിഷങ്ങളും വാഗ്ദാനങ്ങളെ ഓർത്ത് ദൈവം എത്ര കഠിന ഹൃദയമായി ജീവിച്ചാലും അങ്ങയുടെ പരിശുദ്ധമായ സങ്കടങ്ങളുടെയും വേദനകളുടെയും പീഡനങ്ങളുടെയും യോഗ്യതയാല് എല്ലാ മനുഷ്യർക്കും രക്ഷയുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടെ ആയിരിക്കുവാനും അനുദപിക്കുവാനുള്ള കൃപ നൽകി എല്ലാ മക്കളെയും ഇന്ന് പ്രത്യേകിച്ച് മരണവേദനയിൽ കൂടി കടന്നു പോകുന്ന എല്ലാ ആത്മാക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 12-ാം സ്ഥലം
ഈശോ മിശിഹ പുരുഷന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ ഈശോ മിശിഹ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുറിച്ചിട്ട് ആരാധിക്കുന്നു. ലോകത്തെ രക്ഷിച്ചു. എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്. അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി. എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങേ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എന്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. മാതാവേ, പരിശുദ്ധനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കണമേ. 13-ാം സ്ഥലത്ത് വെച്ച് പരിശുദ്ധമ്മയുടെ മടിയിലേക്ക് ഈശോയുടെ മൃതശരീരം കിടത്തുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ബലിയുടെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധ അമ്മ തന്റെ ബലിപീഠമായ മടിത്തട്ടിലേക്ക് അമ്മ ഈശോയെ സ്വീകരിക്കുകയാണ്. ഓരോ ബലിപീഠവും അമ്മയുടെ മടിത്തട്ടാണ്. അമ്മയുടെ മടിത്തട്ടിൽ കൂടിയാണ് ബലി പൂർത്തീകരിച്ചത്. ഈശോയെ, അമ്മയെ തിരസ്കരിക്കുന്നവർക്ക് പരിശുദ്ധ ബലിയുടെ യോഗ്യതയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കില്ലെന്നും അമ്മയെ വിശ്വസിക്കാത്തവർക്ക് ദൈവത്തിന്റെ കൃപയുടെ അനുഗ്രഹ യോഗ്യതയിലേക്ക് കടക്കുവാൻ സാധിക്കില്ലെന്നും ബലിക്ക് ബലിപീഠം വേണം. ബലിപീഠമില്ലാതെ ബലി വസ്തു വെക്കാൻ സാധിക്കില്ല. അമ്മ മാതാവേ, അമ്മയുടെ മടിത്തട്ടിലേക്ക് അമ്മയെ വിശ്വസിക്കാത്തതും അമ്മയുടെ സ്നേഹത്തിന് അയോഗ്യരാകുന്ന രീതിയിലുള്ള ജീവിത യാത്രകളില് സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന തെറ്റായ പ്രബോധനങ്ങളുടെ അടിമത്തത്തില് ഇന്നും അമ്മയെ വെറുതുപേക്ഷിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളില് അമ്മയുടെ പരിശുദ്ധമായ സങ്കടങ്ങളുടെയും വ്യാകുലങ്ങളുടെയും യോഗ്യതയാല് അവരോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഗ്രേസി പൗലോസ് പ്രാർത്ഥിക്കാം. 13-ാം സ്ഥലം ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിഷ്ണുപുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും. ഏറ്റവും വ്യാകുലയായ മാതാവേ, അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഭവിച്ചർപ്പിക്കണമേ. 14-ാം സ്ഥലത്ത് വെച്ച് ഈശോയുടെ പരിശുദ്ധമായ ശരീരം കല്ലറയിൽ സംസ്കരിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഈ മരണാനന്തര സമയങ്ങളിൽ ഈശോയുടെ ആത്മാവും ആ സമയങ്ങളിൽ ലോകം മുഴുവനെ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുമ്പോഴും അമ്മയുടെ വ്യാകുലം നിറഞ്ഞ ഹൃദയത്തിൽ ഒരു വലിയൊരു പ്രത്യാശയായിരുന്നു. ഈശോ ഉത്ഥാനം ചെയ്യും. ഈശോയുടെ ഉത്ഥാന രഹസ്യം പൂർണ്ണമായും വിശ്വസിച്ച അമ്മയുടെ മുമ്പിൽ ഈശോയുടെ ഈ സമയങ്ങളെല്ലാം പരിശുദ്ധവും പരമപരിശുദ്ധമായിരുന്നു. എങ്കിലും ഒരമ്മയ്ക്ക് തന്റെ മകന് കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം നിസ്സഹായതയിലും
ദാരിദ്ര്യ ദുഃഖത്തിലും ആ വേർപാടിന്റെ ദുഃഖത്തിലും ഒക്കെ ആയിരുന്ന മണിക്കൂറുകളുടെ യോഗ്യതയാല് പ്രത്യേകമായിട്ട് ദൈവമേ അനുതാപമില്ലാതെ മരണവേദന കൂടി കടന്നു പോകുന്നവര്, പെട്ടെന്നുള്ള മരണങ്ങള്, പെട്ടെന്നുള്ള ആക്സിഡന്റുകള്, പെട്ടെന്നുള്ള ജീവിത ദുരന്തങ്ങള്, ദുരൂഹതയിൽ മരണപ്പെട്ടു പോകുന്നവര്, ഭ്രൂണഹത്യക്കിരയാകുന്ന കുഞ്ഞാത്മാക്കളുടെ മേല് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോസഫെ പ്രാർത്ഥിക്കുന്നു. 14 സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ശിമിശിഹായെ ഞങ്ങൾ അങ്ങേക്കമിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ രക്ഷിച്ചു. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായി, അങ്ങയുടെ കൂടെ മരിക്കുന്നവർ അങ്ങയുടെ കൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മമ്മോദിസ വഴിയായി ഞങ്ങളും അങ്ങയുടെ കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിൽ മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, കർത്താവിന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. പഠിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗൗൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പാപരിഹാര ബലിയെ ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രനാണിയുള്ള തറക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അവിടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ വേണ്ടി ഓടിഞ്ഞ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും മനസ്താപ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാവരും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പുനർദയത്തോടെ മത്സരിക്കുകയും പാപങ്ങൾ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങൾ എന്റെ ആത്മാവിനെ ശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തിയ നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപസാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കുരിശിന്റെ ദണ്ഡവിമോചന പ്രാർത്ഥന ചൊല്ലാം. ഇടുവോ?